ഇമാം ബുഖാരിയുടെ വ്യക്തിത്വത്തെ അപഹസിക്കുക, യോഗ്യരല്ലെന്ന് വരുത്തി തീർക്കുക, സ്വഹീഹിലെ ഹദീസ് ശകലങ്ങൾ എടുത്തിട്ട് ചർച്ചയാക്കുക എന്നിവ ഇവർ അനുവർത്തിച്ചു വരുന്ന കലാപരിപാടികളാണ്. പ്രമാണങ്ങളുടെ വിശ്വാസ്യതയിൽ സംശയം ജനിപ്പിക്കുക എന്ന ഇസ്ലാം വിമർശകരുടെ അജണ്ടയുടെ ഭാഗം കൂടിയാണിത്. ഓറിയന്റലിസ്റ്റുകൾ ഏറെക്കാലമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അപ്പടി മനഃപ്പാടമാക്കി എഴുതുക, പറയുക എന്നതിലപ്പുറം ഒരു കഥയും ഇവർക്കില്ലെന്ന് വ്യക്തം. ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളിലൊന്ന്, ഇമാം ബുഖാരി അനർബ് വംശജനായതിനാൽ പൂർണ്ണമായ ആശയഗ്രാഹ്യതയോടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലെന്നാണ്. അറബി എന്നത് ഒരു ഭാഷ മാത്രമാണ്. പ്രസ്തുത ഭാഷ വശമില്ലാത്തവർ അതിൽ പ്രവീണരാകുവാൻ അറബ് ദേശങ്ങളിൽ ജനിച്ചവരാകണമെന്ന് യാതൊരു നിബന്ധനയുമില്ല. അനറബികളായ എത്രയോ പേർ അറബ് ഭാഷയിൽ അവഗാഹം നേടുകയും പ്രസ്തുത ഭാഷയുടെ വളർച്ചയ്ക്ക് നിരവധി സംഭാവനകൾ ചെയ്തവരുമായുണ്ട്. അറബ് വ്യാകരണ ശാസ്ത്രത്തിൻ്റെ മഹാഗുരുവായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം സീബവൈഹി അറബ് വംശജനല്ല, പേർഷ്യനാണ്. മറ്റൊരു ഗുരുവായ അബു അലിയിൽ ഫാരിസിയും പേര് സൂചിപ്പിക്കുന്നത് പോലെ പേർഷ്യൻ തന്നെ. അറബ് വ്യാകരണ ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ധാരകളാണ് കൂഫയിലെയും ബസ്രയിലെയും വൈയാകരണ പടുക്കൾ. ഇവരും അടിസ്ഥാനപരമായി അറബികളായിരുന്നില്ല. അറബ് ഭാഷയുടെ ഉന്നതിക്കും വികാസത്തിനുമായി കഠിനാധ്വാനം ചെയ്ത് എന്നെന്നും ജീവിക്കുന്ന സാഹിത്യഭാഷയാക്കി മാറ്റുന്നതിൽ നിസ്തുല പങ്കുവഹിച്ച ഉപരിസൂചിത മഹാരഥന്മാർ അറബ് നാടുകളിൽ ജനിച്ചവരല്ലെന്ന് പറഞ്ഞ് ആരും തള്ളിക്കളയുന്നില്ല. അവരുടെ വീക്ഷണങ്ങളെ മുഖവിലെടുത്തുകൊണ്ടാണ് ഭാഷ മുന്നോട്ട് ഗമിക്കുന്നതും. എല്ലാ സീമകളും ലംഘിച്ച് സുന്നത്ത് നിഷേധത്തിന് വേണ്ടി നെയ്തുണ്ടാക്കുന്ന ഓരോ അതിദുർബല നൂലിഴകളും പൊട്ടിത്തകരുമ്പോൾ താൽക്കാലിക ആശ്വാസത്തിനായി നിരത്തുന്ന മുട്ടാപ്പോക്കുകൾ മാത്രമാണ് അറബ് വംശീയതാവാദം.